പാലക്കാട് വടക്കഞ്ചേരിയിൽ 14-കാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നാണ് സ്കൂൾ വിട്ടുവരുന്നതിന്റെ ബൈക്കിലെത്തിയ ആളുകളാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വിദ്യാർത്ഥി നമ്മോട് ഈ കാര്യം പറഞ്ഞു. ഇന്നലെ രണ്ടുപേരിങ്ങനെ വന്നിട്ട് അവിടെ ഒരാൾ നിന്ന് ഇവിടെ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ക്രോസ് ആക്കി നിർത്തിയിട്ട് പിടിക്കാൻ വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓടി. എന്നെ നിർത്തിയിട്ട് ഇങ്ങനെ പിടിക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഓടി. അപ്പം ഇയാൾ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് എന്തോ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഓരോ വഴിക്ക് പോയി. പറഞ്ഞിട്ടാണോ എവിടെന്നാ പറഞ്ഞത്? തൊട്ടപ്പുറം അതാ പോസ്റ്റിന്റെ അവിടെ എവിടെ വെച്ച സ്പോട്ട് സംഭവം എവിടെയാണ്? ഇതവിടെ തന്നെ. അപ്പോൾ എന്നിട്ട് വേറെ എന്തെങ്കിലും ആരെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വല്ലവരും പരിചയമുള്ള ആളുകളോ മറ്റാണോ? അല്ല, കണ്ടിട്ടുള്ളത് വരെ. വണ്ടിയുടെ നമ്പർ എന്തെങ്കിലും നോക്കാൻ പറ്റും? നമ്പർ നോക്കാൻ പറ്റില്ല. രണ്ട് വണ്ടികൾ ഏതൊക്കെ വണ്ടികളാണെന്ന് അറിയുമോ? ഹോണ്ടയും സ്പ്ലെൻഡറും ആയിരുന്നു. ഇന്നലെ വൈകുന്നേരം പയ്യെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഈ ഏരിയയിൽ വെച്ചിട്ട് രണ്ടുപേർ ബൈക്കിൽ വന്നു. ഒരാൾ കുറച്ചപ്പുറം നിന്നു, ഒരാൾ നേരിട്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ക്രോസ് ഇട്ടു, കൈ കൊണ്ട് ഇങ്ങനെ തലയിൽ കൂടെ പിടിക്കാൻ പോയ സമയത്ത് ഇവൻ കുനിഞ്ഞ് ആ വരമ്പത്തോട്ട് അങ്ങോട്ട് ഓടുക ചെയ്തു. അങ്ങോട്ട് ഓടി. ഇത് മുൻപരിചയമൊന്നുമില്ല, ആരുമില്ല. മറ്റയാളെ കണ്ടപ്പോൾ ഒരു തമിഴിനെ പോലെ തോന്നി, താടി വെച്ചിട്ട് കറുത്തിട്ട്. പിടിച്ച ആളെ അവിടെ മാറി നിന്ന ആളെ. ഈ പിടിച്ച ആള് പാന്റ് ഷർട്ട് ഇട്ടിട്ട് ബാഗൊക്കെ തൂക്കിയിട്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ 14-കാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഏതെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണെന്ന് സംശയിക്കുന്നുള്ളതായി പോലീസ് പറയുന്നുണ്ടോ? ഈ ഒരു ഘട്ടത്തിൽ പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് ആ പ്രദേശം ഒന്ന് പരിശോധിച്ച് മടങ്ങിയിട്ടേ ഉള്ളൂ. ചില CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു അന്വേഷണം എന്തായാലും നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ വൈകുന്നേരത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. SKN, അതായത് ഈ പ്രദേശത്ത് നമ്മൾ പോയിരുന്നു. അതൊരു ആളൊഴിഞ്ഞ മേഖലയാണ്, ഒരു കണ്ടം, കൃഷി ചെയ്യുന്ന പാടത്തിന്റെ അരികാണ് ആ പ്രദേശം. ആ മേഖലയിൽ CCTVകൾ ഒന്നും തന്നെ ഇല്ല. ഒരു ബൈക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്നു. ആ ബൈക്കിൽ ഒരാൾ ഇരുന്നിരുന്നു. അതിനുശേഷം മറ്റൊരു ബൈക്ക് തൊട്ടപ്പുറത്തോ കൂടെ നിർത്തിയിട്ട് അവിടെ ആണ് പെട്ടെന്ന് വന്ന് കുട്ടിയുടെ കഴുത്തിലേക്ക് വേഗം പിടിച്ച് കയറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്ന് പറയുന്നത്. കുട്ടിയെ ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും കുതറി നിലവിളിച്ച് ഓടിയതോടുകൂടി രണ്ടുപേരും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും, അതായത് ബൈക്കുകളിലെത്തിയ രണ്ട് പേർ അപ്പുറത്തോട്ട് ഒരു ബൈക്കും ഇപ്പുറത്തെ മേഖലയിലേക്ക് മറ്റൊരു ബൈക്കും പോയിരിക്കുന്നു. ഒന്ന് ഒരു ഹോണ്ട ബൈക്കാണെന്ന് പറയുന്നുണ്ട്, മറ്റൊരു സ്പ്ലെൻഡർ ബൈക്കാണെന്നും ഈ കുട്ടി പറയുന്നുണ്ട്. 14-കാരനാണ്, ഈ പ്രദേശത്തെ തന്നെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മറ്റ് തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ഈ കുട്ടിക്ക് എന്ന് നാട്ടുകാരും സമ്മതിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് ഇനി വല്ല മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ വലിയ ഭയത്തിലാണ്. ഈ പ്രദേശത്ത് അത്ര ആക്റ്റീവായി നടക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV, ആ ഒരു പ്രദേശത്തെ ഒരു CCTV ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളൂ. എന്തായാലും